കെ.സി. വേണുഗോപാൽ വീണ്ടും മറ്റൊരു അപകടം അത് ഉണ്ടായിരിക്കുന്നത് കൊല്ലത്താണ്. ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് കൂരിയാടൊക്കെ സന്ദർശനം നടത്തിയതാണ്. ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുമാണ്. എന്താണ് ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതികരിക്കാനുള്ളത്? ദേശീയപാതയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥയാണിത്. കൂരിയാട് സംഭവം ഉണ്ടായപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ അവിടെ പോവുകയും സന്ദർശിക്കുകയും അതിനുശേഷം കമ്മിറ്റി വിളിച്ചുകൂട്ടി ദേശീയപാത അതോറിറ്റി ചെയർമാനെയും ദേശീയ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെയും ഒക്കെ വിളിച്ചിരുത്തി, എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചിരുത്തി വിശദമായി ചർച്ച ചെയ്തതാണ്. അന്ന് തന്നെ അവർ സമ്മതിച്ചതാണ് കമ്മിറ്റി മുമ്പാകെ ഡിസൈനിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൊടുത്ത നിർദ്ദേശം കേരളത്തിലെ റോഡുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു സുരക്ഷാ ഓഡിറ്റ് അടിയന്തരമായി ദേശീയപാത അതോറിറ്റി നടത്തണം, ടെക്നിക്കൽ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട്. ഇവിടെ പരാതികളുണ്ട്, ഉപയോഗിക്കുന്ന മണ്ണിനെ കുറിച്ച് പരാതിയുണ്ട്, ഡിസൈനെ കുറിച്ച് പരാതിയുണ്ട്, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ട് ദുരന്തങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ അവരന്ന് സമ്മതിച്ചിട്ട് അവർ വിസിറ്റൊക്കെ നടത്തിയല്ലാതെ കാര്യമായ ഒരു പഠനവും അവർ നടത്തിയിട്ടില്ല. അതിന്റെ തെളിവാണ് ഇന്ന് കൊല്ലത്തുണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ. ഒരു സ്കൂൾ ബസ് അടക്കം അവിടെ ഉണ്ടായിട്ട് ഞാൻ കാണുകയാണ്. ഭാഗ്യവശാൽ കുട്ടികൾ രക്ഷപ്പെട്ടു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ദേശീയപാത ഒരു മരണക്കെണിയാക്കി മാറ്റാനുള്ള പാതയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട സംസ്ഥാന സർക്കാരാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ അവരെ കുറ്റപ്പെടുത്തുകയാണ്, കാലനൊക്കെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. ഞങ്ങൾ പാർലമെന്റിൽ കൃത്യമായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വിശദമായി ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പാലിക്കാതെ കരാറുകാരന് വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത്. ഡിസൈൻ ഇല്ല, അതുമായി ബന്ധപ്പെട്ട ഉപയോഗിക്കുന്ന മണ്ണിനെ കുറിച്ച് പരിശോധന ഇല്ല. ഇവിടെ തന്നെ പറയുന്നതാണ്, മെയിൻ എലിവേറ്റഡ് റോഡ് തകർന്ന് ഇരുന്നു പോയി താഴെ. സർവീസ് റോഡിനെ കംപ്ലീറ്റ് പപ്പടം പൊടിയുന്ന പോലെ സർവീസ് റോഡ് പൊടിഞ്ഞു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? സർവീസ് റോഡുകൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കേരളത്തിൽ. കാരണം ടൂ വീലറുകളെല്ലാം ഇനി സർവീസ് റോഡിലൂടെയാണ് പോകേണ്ടത്. ഓട്ടോറിക്ഷ, ചെറുവാഹനങ്ങളെല്ലാം സർവീസ് റോഡിലൂടെയാണ് പോകേണ്ടത്. ആ സർവീസ് റോഡുകൾ ഒന്നും മേന്മയുള്ളതല്ല. എല്ലായിടത്തും ഈ പരാതിയുണ്ട്. ഞങ്ങൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഇതിന് ഉദ്ഘാടനം നടത്തി കൊടുക്കാന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി നടത്തി കൊടുക്കുക. പക്ഷേ ഈ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവൻ ഇത് ഉദ്ഘാടനം നടത്തിയിട്ടാണ് ഇന്ന് സംഭവിച്ചിരുന്നെങ്കിലോ, ഈ റോഡ് ഇരുന്നു പോയിരുന്നെങ്കിലോ. ശ്രീ കെ.സി. വേണുഗോപാൽ, ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നു ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ അത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. മാത്രവുമല്ല ഇത് ഇങ്ങനെയല്ല വേണ്ടതെന്നും ഈ സൈഡ് വാൾ ഇങ്ങനെ, അതെ, പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് അവർക്ക്. ഞാൻ ചോദിക്കുന്നത്, ഇതിന് സംസ്ഥാന ഗവൺമെന്റിന് റോളൊന്നുമില്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ ഒരുക്കേണ്ടതിന് ഉത്തരവാദിത്തം അവർക്കില്ലേ? കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഭൂമി കൊടുത്തെടുത്താണ് ഇവർ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഈ കൺസ്ട്രക്ഷൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ജില്ലാ കളക്ടർമാരുടെ സംവിധാനമില്ലേ? അവരുടെ നിർബന്ധമായിട്ടും കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫെയിലിയറും ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട്. ഈ കോസ്റ്റ് എസ്റ്റിമേറ്റ് അധികമാകും, അതുകൊണ്ടാണ് അതിന് പോവാത്തത് എന്നാണ് അവർ നൽകുന്ന വിശദീകരണമായിട്ട് പറയുന്നത്. എന്ത് വിശദീകരണമായാലും ആളുകളുടെ സുരക്ഷയല്ലേ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സുരക്ഷയില്ലാത്ത റോഡുകളിൽ എത്ര നല്ല റോഡാണെന്ന് പറഞ്ഞ് എന്ത് കാര്യമാണ്? ആളുകൾ തകർന്ന് വീഴുമ്പോൾ, അവരുടെ ജീവൻ അപകടപ്പെടുത്തുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് എന്ത് വ്യാഖ്യാനം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇതിപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നേരിട്ട് അവിടെ പോവുകയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് ഒരു നിർദ്ദേശം നൽകി. ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷാ ഓഡിറ്റ്. പാർലമെന്റിലെ റിപ്പോർട്ടുണ്ട്, ഞങ്ങളുടെ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടെല്ലാം പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്നാണോ? ആ റിപ്പോർട്ട് ഉടൻ തന്നെ മന്ത്രിതലത്തിലേക്ക് പാർലമെന്റ് കമ്മിറ്റികൾ അയക്കും, ലോക്സഭാ സ്പീക്കർ അയച്ചു കൊടുത്തിട്ടുണ്ടത്. അപ്പൊ ആ റിപ്പോർട്ട് പോലും ഒന്നും ഒരു രീതിയിൽ മുഖവിലേക്ക് എടുത്തില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ അതെ അതെ. നന്ദി ശ്രീ കെ.സി. വേണുഗോപാൽ എം പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഈ രീതിയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ശ്രീ കെ.സി. വേണുഗോപാൽ എം പി. അദ്ദേഹം അടക്കമുള്ള സംഘം നേരത്തെ കൂരിയാട് സന്ദർശനം നടത്തിയിരുന്നു. അവിടെ ദേശീയപാത ഇതുപോലെ ഇടിഞ്ഞു താഴ്ന്ന് അപകടമുണ്ടായ സമയത്താണ് അവിടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സന്ദർശനം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടൊരു സുരക്ഷാ ഓഡിറ്റ് ഈ നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലടക്കം ഉണ്ടാകണം ദേശീയപാതയിൽ എന്ന നിർദ്ദേശം വച്ചിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഒരു രീതിയിലുള്ള മുന്നോട്ട് പോക്കും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല NHAയുടെ ഭാഗത്തുനിന്ന് എന്ന വിമർശനം ഉയർത്തുകയാണ് കോൺഗ്രസ് എം പി. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൽ നിന്നും ഒളിച്ചോടിയിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ഇത് ഉദ്ഘാടനം ചെയ്യുക എന്ന രീതിയിലേക്ക് മാത്രം കാര്യങ്ങൾ പോകുന്നു. അതാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഇവിടെ തുടർക്കഥയാകാനുള്ള കാരണം. ജനങ്ങളുടെ സുരക്ഷ അത് വെച്ചല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്ന സർക്കാർ എന്ന വിമർശനമാണ് കെ.സി. വേണുഗോപാൽ എം പി ഉയർത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.